ഗൈസ് അസ്സലാമു അലൈക്കും. ഫാലിമി ബൈറൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. അപ്പോൾ ഇതാ ഗൈസ്, ഞാൻ ഇന്ന് ഒരു വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഫ്രണ്ട് വീട് വെച്ചിരിക്കുന്നത് കേട്ടോ. അവൾ ആദ്യം ഇവിടെ താമസിച്ചതാണ്, നമ്മുടെ കൂടെ താമസിച്ചതാണ്. ഇപ്പം മാറിയിട്ടൊരു 4-5 മാസം ആയെന്ന് തോന്നുന്നു. അല്ല, പെരുന്നാളിന് മാറി. അല്ല, പെരുന്നാളല്ലല്ലോ, എന്താണ്, നബിദിനം, ആ സമയത്ത് അവൾ മാറിയതാണേ. അപ്പോൾ ഇതാ ഞാനും ഇബാദും മറിയൂസും അണ്ണച്ചിയും കൂടെയാണ് കേട്ടോ പോകുന്നത്. ആ കാണുന്നില്ല, വൈറ്റ് പെയിൻ്റ് അടിച്ച് മണ്ടയിൽ കാണുന്നത് ആ വീടാണ് കേട്ടോ. അതാണ് അവളുടെ വീട്. അങ്ങനെ നമ്മളിതാ ഒരു 10 മിനിറ്റൊക്കെ ഉള്ളൂ ദൂരം കേട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അവളുടെ വീടിൻ്റെ താഴെ ഈ ഒരു സംഭവം നിൽക്കുന്നേ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് കുതിരയാണെന്നാണ് കേട്ടോ. അപ്പം ഞാനത് മറിയൂസിനോട് പറഞ്ഞും കൊടുക്കുന്നുണ്ട്, മോളെ ഇത് കുതിരയാണെന്നേ. അപ്പോൾ അണ്ണച്ചി പറഞ്ഞു, എടി ഇത് കുതിരയല്ലത്. പക്ഷെ ഞാനിട്ട് തർക്കിക്കുകയാണ്, അതിൻ്റെ വാല് കണ്ടില്ലേ, അത് കുതിര തന്നെയാണെന്ന്. പക്ഷേ അവളോട് ചോദിച്ചപ്പോൾ അവളാണ് പറഞ്ഞത്, അതെ അവിടെ ഒരു കുതിര നിപ്പുണ്ടടി എന്ന് പറഞ്ഞപ്പം അവളാണ് പറഞ്ഞത്, എടി അത് കുതിരയല്ലടി, കോവർ കഴുതയാണെന്ന്. ഞാൻ ഈ സംഭവത്തിന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കുതിരേനെ പോലെയൊക്കെ തന്നെ ഇരിക്കുന്നു. നിങ്ങൾക്കറിയാമെങ്കിൽ ഇത് കോവർ കഴുതയാണോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. പിന്നെ ഞങ്ങളിതാ 18-ാം മല കയറുവാണ്. അതുപോലെ കയറ്റമാണ് കേട്ടോ. വണ്ടി അവിടെ ചെല്ലും. പിന്നെ ഞാൻ വിചാരിച്ചു റിസ്ക് എടുക്കണ്ട, എനിക്കത് വണ്ടി കിടക്കുന്ന കണ്ടില്ലേ. അപ്പോൾ അവളുടെ അവിടെ കബോർഡ് പിടിപ്പിക്കാനൊക്കെ ആയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ മോൻ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും ഓടി വന്നിട്ടുണ്ടായിരുന്നു. മറിയൂസ് എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നേ. അവൻ മാറിയൊക്കെ പോയപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അത് അവൾ ഇങ്ങനെ നിൽക്കുന്ന കണ്ടില്ലേ, ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവൾ സ്തംഭിച്ച് നിൽക്കുന്നതാണ്. എന്നിട്ട് എന്നെ എന്തൊക്കെ പറയുവാണ് കേട്ടോ. അവൾക്ക് ഇതേ പണിയാണെന്ന്. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകൾ പണിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഈ വീഡിയോ എന്ന് പറയുന്നത് റമളാൻ്റെ തലേ ദിവസം, അതായത് ഒരു 2 ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ റമളാനിൽ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകുവാണ്. അപ്പോൾ രാത്രിയാണ്, അന്നത്തെ ദിവസം രാത്രി. താടി അമ്മ വേറെ എടുത്തു തരാം താ. സൂപ്പർ മാർക്കറ്റിൽ കയറിയില്ല കേട്ടോ. അതിന് മുന്നേ ഒരു ജെംസിൻ്റെ ഇങ്ങനെ ബോർഡ് പോലത്തെ ഒരു മുട്ടായി ഇരിക്കുന്ന കണ്ടു. അതും എടുത്ത് ആളൊരോട്ടം വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ മക്കൾ ആദ്യം എടുക്കുന്ന അങ്ങനത്തെ സംഭവമല്ലേ, നമ്മൾ റംസാൻ്റെ സാധനങ്ങൾ വാങ്ങാനാണ് വന്നതെങ്കിലും ഇത് കണ്ടില്ലേ, ബിസ്ക്കറ്റ് പെറുക്കി മക്കളെ ആയിട്ട് പോയാൽ തന്നെ ഒരു അങ്കത്തട്ടാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവക്ക് പറ്റുന്നത് ഇവൾ ചെയ്യുവാണ് കേട്ടോ. ഉള്ള കാര്യങ്ങളെല്ലാം പെറുക്കി എടുക്കുവാണ്. അത് അബൂബാദ് വന്നിട്ട് പറയുന്നുണ്ട്, അച്ചി അവൾക്ക് മാത്രം വാങ്ങിച്ചു കൊടുക്കുവാണ്, ഞങ്ങൾക്കൊന്നും വാങ്ങിച്ചു തരുന്നില്ല എന്ന്. പുള്ളിക്കാരത്തി ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ ആ സെക്ഷനിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ കണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അവൾ കയ്യിൽ കിട്ടിയ ഒരു പാവേനെ അങ്ങ് എടുത്തു കേട്ടോ. അത് എന്ത് ചെയ്താൽ തരുന്നുണ്ടായിരുന്നില്ല. അത് പാവ വാങ്ങിച്ചു തരുന്നില്ലേ? ഇനി വാ, നിന്റെ പാവയാ ഞങ്ങക്ക് വേണ്ടത്. വാ നമുക്ക് പോകാം. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് റമളാനിന് ആവശ്യമുള്ള അധികം സാധനങ്ങളും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ പിറ്റേ ദിവസം വേറൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ പിന്നെ ഇതാ ഈ വക സാധനങ്ങൾ, അതായത് സമൂസ ഷീറ്റ്, നെയ്യ്, സേമിയ, അങ്ങനെയൊക്കെ നമ്മൾ നോമ്പിന് ഏറ്റവും കൂടുതൽ ആവശ്യങ്ങളുള്ള സാധനങ്ങളില്ലേ, അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് നോമ്പ് പ്രമാണിച്ച് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ചടങ്ങ് ഇവിടങ്ങളിൽ നടക്കുന്നുണ്ടേ. എന്താണ്, ചടങ്ങായിട്ടൊന്നുമല്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കുക. അപ്പം എല്ലാ വർഷവും ഇപ്പോൾ 12 വർഷമായിട്ടും എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടു തരൂ കേട്ടോ. ഇപ്രാവശ്യവും അങ്ങനെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ കുറച്ചുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചത്. പക്ഷേ ഇതിൽ ഞങ്ങൾ ഈ സാധനം വാങ്ങിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം 1 മാസത്തേക്കുള്ളതൊക്കെ ഇങ്ങനെ കൊണ്ടുതരും കേട്ടോ. അരിപ്പൊടി, പഞ്ചസാര, മുട്ട, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അല്ലറ ചില്ലറ കുറേ സാധനങ്ങളും കൂടെ വാങ്ങിച്ചു. നമ്മുടെ റംസാൻ്റെ ഷോപ്പിംഗ് ഇതാ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.